ഹായ് ഫ്രണ്ട്സ്, വെൽക്കം. അപ്പോൾ ഇന്ന് വെളുത്തുള്ളി വെച്ചിട്ടുള്ള ഒരു സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. ഇപ്പോൾ ചോറിന് കറിയൊന്നും ഇല്ലാത്ത സമയത്ത് നമുക്ക് സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാം. അതുപോലെ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. ചോറിൻ്റെ കൂടെ മാത്രമല്ല, നമുക്ക് ഇഡ്ഡലി ദോശയുടെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഒരുപാട് ചേരുവകളൊന്നും നമുക്ക് ആവശ്യമില്ല, ആകെ 2-3 ചേരുവകൾ മാത്രം മതി. അപ്പോൾ നമുക്ക് ഈ സിമ്പിളായിട്ടുള്ള റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഏകദേശം ഒരു 40 അല്ലി വെളുത്തുള്ളി കേട്ടോ. അപ്പോൾ ഇതിന് തൊലിയൊക്കെ മാറ്റി ഇതുപോലെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എണ്ണത്തിലാണെങ്കിൽ ഒരു 40 അല്ലി വെളുത്തുള്ളി കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി ഉണ്ടാക്കാനായിട്ട് ഒരു ചീനച്ചട്ടി എടുക്കുക. അതിലേക്ക് ഏകദേശം 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ കുറച്ച് കൂടുതൽ തന്നെ ചേർക്കേണ്ടി വരും. അപ്പോൾ എണ്ണ ഒന്ന് ചൂടായതിന് ശേഷം നമുക്കിതിലോട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ചെറുതായിട്ട് എണ്ണയിലിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് നിറമൊന്നും മാറേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് മൂത്ത് കിട്ടേ വേണ്ടൂ. ഒരുപാട് ബ്രൗൺ കളറൊന്നും ആവാൻ നിൽക്കേണ്ട, ചെറുതായിട്ടൊരു കളറൊക്കെ ഒന്ന് മാറുന്നത് വരെ വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇതാ ഈ ഒരു കളറൊക്കെ ആകുമ്പോൾ നമുക്കിതിലോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം. ഏകദേശം ഒരു തണ്ട് കറിവേപ്പിലയാണ് ചേർത്തിരിക്കുന്നത്. വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതാ കറിവേപ്പിലയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇത്ര തന്നെ മതി. ഇനി നമുക്ക് ഈ എണ്ണയിൽ നിന്നും ഈ കറിവേപ്പിലയും വെളുത്തുള്ളിയും മാത്രം എടുത്ത് മാറ്റാം. ഒരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കോരിയെടുത്താൽ മതി. അപ്പോൾ ഇതെല്ലാം എണ്ണയിൽ നിന്നും മാറ്റിയതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓഫാക്കാം. അപ്പോൾ ഇതാ ഫ്രൈ ചെയ്തെടുത്തിരിക്കുന്ന വെളുത്തുള്ളിയും കറിവേപ്പിലയും നമ്മളിതുപോലെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ ബാക്കിയുള്ള എണ്ണ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കൊരു മിക്സഡ് ജാർ എടുക്കാം. ഇതിലോട്ട് 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. നല്ലൊരു കളർ കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. ഇനി അതെല്ലാം നല്ല എരിവൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ നമുക്ക് സാധാരണ മുളക് പൊടിനെ ചേർത്താൽ മതി. അപ്പോൾ ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് സാധാരണ എരിവുള്ള മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കണം. അത് 1 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ 3 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ നല്ല ജീരകം ചേർക്കാം, അതായത് ചെറിയ ജീരകം. പിന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും അതുപോലെ കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കാം. വേറെ വെള്ളമൊന്നും ചേർക്കരുത്, ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കേ വേണ്ടൂ. ഒരുപാട് അങ്ങ് പേസ്റ്റും ആയിപ്പോരുത്, നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ വേണം നമ്മൾ റെഡിയാക്കി എടുക്കാനായിട്ട്. ഒരുപാട് പേസ്റ്റ് ആയിപ്പോരുത്, ഇതുപോലെ ചെറിയ പീസസൊക്കെ അവിടെ ആയിട്ട് കിടക്കണം. ഇനി നമുക്ക് ഈ ബാക്കിയുള്ള എണ്ണ ഒന്നും കൂടി ഒന്ന് ചൂടാക്കി എടുക്കാം. എണ്ണ ഒന്ന് ചൂടായതിന് ശേഷം 1/2 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുകൊന്ന് പൊട്ടിയതിന് ശേഷം ഒരല്പം കരിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. തീ നല്ലപോലെ കുറച്ച് വെച്ചതിന് ശേഷം നമ്മൾ ഈ പൊടിച്ച് വെച്ചിരിക്കുന്ന പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എണ്ണ ഒരുപാട് ചൂടായി പോകരുത്, അങ്ങനെ ആകുമ്പോൾ ഈ പൊടികളൊക്കെ ഒന്ന് കരിഞ്ഞു പോകും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒന്നെങ്കിൽ സ്റ്റവ് ഓഫാക്കിയതിന് ശേഷം പൊടികൾ ചേർക്കുക, അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ തീയിലിട്ടിട്ട് ഇതെല്ലാം ചേർത്താൽ മതി. കരിഞ്ഞു പോയാൽ ഇതിൻ്റെ ടേസ്റ്റ് തന്നെ മാറും. ചെറുതായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം 1 ടേബിൾ സ്പൂൺ വിനീഗർ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1/4 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം. വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് തിളയ്ക്കണം. തിളച്ചതിന് ശേഷം എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുന്ന ഒരു പരുവുണ്ട്. ഒരുപാട് സമയമൊന്നും വേണ്ടി വരില്ല, പെട്ടെന്ന് തന്നെ ആയി കിട്ടും. ഇതുപോലെ ഒന്ന് തിളച്ചതിന് ശേഷം കുറച്ച് എണ്ണയൊക്കെ നമുക്ക് മുകളിൽ ഇങ്ങനെ തെളിഞ്ഞ് വരാൻ തുടങ്ങും. അപ്പോൾ ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് എടുക്കാവുന്നതാണ്. എണ്ണയൊക്കെ നന്നായിട്ട് തന്നെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത്ര തന്നെ മതി. ഇനി നമുക്കിത് ഓഫ് ചെയ്യാം. നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതാണല്ലേ നല്ല സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ്, നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. പ്രത്യേകിച്ച് നമുക്ക് കറിയൊന്നും ഇല്ലാത്ത സമയത്ത് ഇത് മാത്രം മതി നമുക്ക് ചോറിൻ്റെ കൂടെ നല്ലപോലെ കുഴച്ച് കഴിക്കാനായിട്ട്. ചോറിന് മാത്രമല്ല, നമുക്ക് ഇഡ്ഡലി ദോശയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റും. പുറത്തൊക്കെ ആണെങ്കിൽ നമുക്കൊരു 2-3 ദിവസം വരെ വെച്ച് ഉപയോഗിക്കാം. ഫ്രിഡ്ജിലാകുമ്പോൾ നമുക്ക് ഒരാഴ്ച വരെയൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് ഉപയോഗിക്കാൻ പറ്റും. നല്ല ടേസ്റ്റുമാണ്. തണുത്ത് കഴിയുമ്പോൾ കുറച്ചും കൂടി ഒന്ന് കട്ടിയാവും. ഈ ഒരു പരത്തിൽ വേണം നമ്മൾ റെഡിയാക്കി എടുക്കാനായിട്ട്. പിന്നെ ഇത്രയും എണ്ണയൊന്നും ചേർക്കാൻ താല്പര്യമില്ലാത്തവർക്ക് എണ്ണ കുറച്ച് ഉപയോഗിക്കാം. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.